ഹേ ഗായ്സ്, അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ വ്ളോഗാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടി കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരിച്ച് ആസ് യൂഷ്വൽ എല്ലാ ഓണത്തിനും നമ്മൾ കാണുന്ന കാഴ്ച പോലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും റീൽസൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളെല്ലാവരും നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് റീലാണ് എടുക്കുന്നതെന്ന് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഗസ് ചെയ്യാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പോൾ അമ്മ കുറേയൊക്കെ പാതി ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിന്നെ പായസമൊക്കെ ഞാൻ ഉണ്ടാക്കി. ശരിക്കും എനിക്കൊരു തിരക്കായതുകൊണ്ട് എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണസദ്യ. ശരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡിലൊന്നാണ് സദ്യ. ഈ ഇലയിൽ ഓരോന്ന് വിളമ്പുന്നതൊക്കെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇല വെച്ചു, വെള്ളം വെച്ചു, ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ വെച്ചു. ചക്കവറ്റിൽ അവിടെ എന്തായിരിക്കുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. ചക്കവറ്റിൽ ദേശീയ ഭക്ഷണമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ പപ്പടവും പഴവും വെച്ചു, ഇഞ്ചി അച്ചാർ വെച്ചു, നാരങ്ങ അച്ചാർ വെച്ചു, മാങ്ങ അച്ചാർ വെച്ചു, അതുപോലെ തന്നെ പച്ചടി വെച്ചു, ബീട്രൂട്ട് കിച്ചടി വെച്ചു. വീണ്ടും ഒരു പച്ചടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് തോരൻ വെച്ചു, അതുപോലെ തന്നെ അവിയൽ വെച്ചു. പിന്നെ ഇച്ചിരി ചോറിട്ടിട്ട് നല്ല പരിപ്പ് കറി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അടുത്ത വീട്ടിൽ ആൻറ്റി ആയിരുന്നു പരിപ്പറി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി പരിപ്പറി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ കഴിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടമൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചു തുടങ്ങി. ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ശരിക്കും അച്ഛനും അമ്മയും കഴിച്ച് തീരാറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ പായസമൊക്കെ കുടിച്ചു തുടങ്ങി. ഞാൻ പിന്നെ വീണ്ടും രണ്ടാമത് ചോറിട്ട് ജസ്റ്റ് സാമ്പാറിന് വേണ്ടി കുറച്ച് ചോറ് കഴിച്ചു. പിന്നെ അടപ്പായസം കഴിച്ചു. അടപ്പായസം ഇച്ചിരി കുറുകി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ വർഷത്തെ സ്പെഷ്യൽ കടലപ്പായസം കഴിച്ചു. പിന്നെ പാൽപ്പായസം കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി ചോറും കൂടെ ഇട്ട് കുറച്ച് പുളിശ്ശേരിയും അതേപോലെ തന്നെ ഒരു ഇച്ചിരി രസവും കുറച്ച് മോരും കൂടെ ഒഴിച്ച് കഴിച്ചു. സദ്യ ഈ വർഷത്തെ സദ്യ ഫിനിഷ് ചെയ്തു. വെള്ളം കൂടെ കുടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് സമയത്തേക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. നല്ലോണം കിടന്നുറങ്ങി. അങ്ങനെ കുഞ്ഞ് ഹാപ്പിനെസ്സൊക്കെ ആയിട്ട് ഈ വർഷത്തെ തിരുവോണം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഓണക്കാലം അടിച്ചു പൊളിക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.